ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർ വാഴും പൊന്നു തിരുമേനി പദം. ഓം ഗം ഗണപതേ നമഃ. ഓം ശം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായ വിച്ചൈ നമഃ. അഭേന്ത്യാ സദസ്സിന് വിനീതമായ പ്രണാമം, നമസ്കാരം. കണ്ടോ, ആരും തിരിച്ചു പറഞ്ഞില്ല. ഒരു ചെലവുമില്ലാത്ത ഒരു കാര്യം. അങ്ങോട്ട് ഒന്ന് തന്നാൽ ഇങ്ങോട്ട് എത്രയാണോ കൊടുത്തത് അതിൻ്റെ 100 ഇരട്ടി ലഭിക്കുന്ന ഏക ചെലവില്ലാത്ത ഒന്ന്. നമസ്കാരം. കുറച്ച് പേര് എന്നാലും പറയാതെ ഉണ്ട്. നമസ്കാരം. മള്ളിയൂരിലെ ഭാഗവത പാടത്ത് വാരി വിതറുന്ന വിത്തുകളാണ് ഞങ്ങൾ പൊയ്ക്കുന്ന, ഞങ്ങൾ വാരി നിങ്ങളുടെ മനസ്സിലേക്ക് വിതറുന്ന ഈ വിത്തുകൾ. ഈ വിത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് ഭാഗവതം വായിക്കാൻ എവിടെയെല്ലാം പോകുന്നോ അവിടെ നിന്ന് കൊയ്യുന്നത് ഈ വാരി വിതറുന്നവരാണ്. അതാണ് മള്ളിയൂരിലെ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രകാശ് പറഞ്ഞതുപോലെ കഴകം ജോലിക്ക് വന്നയാൾ പൂജാരിയാകുന്നത് പോലെയാണ് പ്രഭാഷകനായി വന്ന ഞാൻ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങുന്നത്. ഞാനും എൻ്റെ ഭാര്യയും മകനും മകളും കൂടി ഒരു ദിവസത്തെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക പ്രഭാഷണത്തിന് വന്നിട്ട് മടങ്ങിപ്പോകാൻ നേരത്തെ മള്ളിയൂർ തിരുമേനിയെ പോയി നമസ്കരിച്ചപ്പോൾ പ്രഭാഷണം പോരാ, ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങണം എന്ന ആജ്ഞാപിച്ച ഒരു ശക്തി. അദ്ദേഹത്തിൻ്റെ ശരീരമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്തത്, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. 104 വർഷങ്ങൾക്ക് മുൻപ് ഈ മണ്ണിൽ പിറന്നു വീണ ആ മഹാഗുരുവിനെ, ഭഗവാൻ പോലും വന്ന് നമസ്കരിക്കുന്ന മഹാഗുരുവിനെ, വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ശ്രീരാമചന്ദ്രൻ്റെ ഗുരുക്കന്മാരാണ്. ഈ 3 പേരെയും ശ്രീരാമചന്ദ്ര ഭഗവാൻ നമസ്കരിക്കും. പേരിട്ട ഗർഗമുനിയെയും പഠിപ്പിച്ച സന്ദീപനെയും മഹാഗുരുവിനെയും, രുക്മിണി ദേവിയിൽ ജനിച്ച മകനെ ശമ്പരൻ കടലിലെറിഞ്ഞപ്പോൾ മകനെ തിരിച്ചു കിട്ടാൻ ഉപമന്യുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥിച്ചു എന്നാണ് ദേവി ഭാഗവതം. ഈ 3 പേരെയും കണ്ടാൽ ഭഗവാൻ നമസ്കരിക്കും. അപ്പോൾ ഭഗവാൻ പോലും നമസ്കരിക്കുന്ന പദവിയിലേക്ക് എത്തിയ ഗുരുക്കന്മാരെ നമ്മൾ രാമായണത്തിലും ഭാഗവതത്തിലും ദേവി ഭാഗവതത്തിലും വായിച്ചിട്ടേ ഉള്ളൂ. അത് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. വെൺമണി തിരുമേനി ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ നമസ്കരിക്കും. മള്ളിയൂർ തിരുമേനിയെ നമസ്കരിക്കുന്നത് പോലെയാണ് നമസ്കരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് വായിച്ചവർ. ചെറിയ കാര്യമാണോ? 50 കൊല്ലം കഴിയുമ്പം 100 കൊല്ലം കഴിയുമ്പം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു വലിയ കേന്ദ്രത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. എന്നേക്കാൾ ശ്രേഷ്ഠർ നിങ്ങളാണ്. ഭാഗവതം പറയുന്നവരേക്കാൾ ശ്രേഷ്ഠർ കേൾക്കുന്നവരാണ്. ഭാഗവതം പറയുന്ന ആളിന് 100-ൽ 50 മാർക്ക്, ഭാഗവതം കേൾക്കുന്ന ആളിന് 100-ൽ 200. പറയുന്ന ആളിന് ഒരു നാക്കേ ഉള്ളൂ, കേൾക്കുന്ന ആളിന് 2 ചെവികളാണ്. നാവിനേക്കാൾ മുകളിലാണ് 2 ചെവികൾ ഇരിക്കുന്നത്. ശ്രോതാവിന് വലിയ പരിഗണനയാണ്. തിരുവേണി തന്നെ ഒരിക്കൽ 2008 ഈ വേദിയിൽ ഇരുന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കൃതയുഗത്തിലെ സത്യയുഗത്തിലെ മഹർഷിമാർ, ത്രേതായുഗത്തിലെ വാനരന്മാർ, ദ്വാപരയുഗത്തിലെ ഗോപികാഗോപന്മാർ. ഭഗവാന്റെ സ്വർഗാരോഹണത്തിൻ്റെ അന്ന് കലിയുഗം തുടങ്ങുകയാണല്ലോ.
കംസനെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞയാൾ ഇത്രയും കാലമായിട്ടും അവിടെ വന്നില്ല, ഞങ്ങളാരും അവിടെ ഉണ്ടാവില്ല എന്ന് ദേവന്മാർ വന്ന് ഭഗവാനോട് വഴക്കിടുന്നത് ഉദ്ധവർ കേട്ടപ്പോഴാണ് ഉദ്ധവരുടെ ചോദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഗോപികാഗോപന്മാർക്ക് ഒരു ആശങ്ക, കലിയുഗത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഭഗവാൻ അവരോട് മാത്രം രഹസ്യമായി പറഞ്ഞു, കൃതയുഗത്തിലെ മഹർഷിമാർ, ത്രേതായുഗത്തിലെ വാനരന്മാർ 4 കോടിയാണ്. അതിൽ ഒരാളിനെ മാത്രമേ ആലിംഗനം ചെയ്തുള്ളൂ, അല്ലേ? ഉരസി മുഹുരി അഭിമുഹുര അണച്ചുപുൽകീടിനാൻ ഓർക്കടവും അരുതപുത്ര ഭാഗ്യോദയം ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെ ഇല്ലഹോ പൂർണ്ണപുണ്യ ഉഖ സൗഭാഗ്യമുണ്ടായടോ. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു വിഷമം, ഞങ്ങളെ ആരെയും ഒന്ന് തൊട്ടുപോലുമില്ല. ഹനുമാൻ സ്വാമിയെ മാത്രമേ പുണർന്നുള്ളൂ. ദ്വാപരയുഗമായി അവരെല്ലാം ഗോപികാഗോപന്മാരായി, എല്ലാവരെയും സ്പർശിച്ചു, എല്ലാവർക്കും സന്തോഷമായി. അവർക്കൊരാശങ്ക, കലിയുഗത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അവർ മാത്രം കേൾക്ക പറഞ്ഞു, കലിയുഗത്തിൽ എൻ്റെ കാര്യം എവിടെ വ്യാഖ്യാനിക്കുന്നുവോ അവിടെ നിങ്ങളെല്ലാം ശ്രോതാക്കളായി വന്നിരിക്കും. അവർ മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ അന്നുണ്ടായിരുന്നവരാണ് ഈ ഇരിക്കുന്ന കുറേ എണ്ണം. എവിടെയൊക്കെയോ ജനിച്ച് ഗുരുത്വമാകുന്ന ഒരു വലിയ കാറ്റടിച്ച് മള്ളിയൂരിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഭാഗവതം പറയുന്നവരുടെ മുന്നിൽ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്നു. അവർക്ക് ഭഗവാൻ വളരെ വലിയ അനുഗ്രഹം നൽകും, സംശയമില്ലാത്ത കാര്യമാണ്. ഭാഗവതൻ്റെ സ്ഥിരം ശ്രോതാവ് ഇവിടെയും കഴിഞ്ഞ വേദിയിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രേമേന്ദ്രനാണ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, സാറേ, ഈശ്വര അനുഗ്രഹം എല്ലാവരിലും ഒരേപോലെ ഉണ്ട്, പക്ഷേ വെള്ളം പാറയുടെ പുറത്ത് വീഴുന്നതും പാടത്ത് വീഴുന്നതും 2 അനുഭവമാണ് നൽകുന്നത്. നമ്മുടെ മനസ്സാകുന്ന പാത്രം ഭക്തിയോടെ ശ്രദ്ധയോടെ അസൂയ, ഡംബ്, കുശുമ്പ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം ഇതൊന്നും ബാധിക്കാതെ നേരെ വെച്ചാൽ അതിനകത്ത് ഈ വെള്ളം വീഴും. പാത്രം വെക്കാൻ പറഞ്ഞു, വെച്ചത് തിരിച്ചാണ്. മഴ പെയ്യുകയും ചെയ്തു. വെള്ളം എടുക്കാൻ ചെന്നപ്പം ഇല്ല. മോനെ, അമ്മ വരുന്നതിന് മുമ്പേ ആ ചെടിക്ക് വെള്ളം ഒഴിക്കണേ എന്ന് പറഞ്ഞു. അവൻ ഉച്ചയ്ക്ക് 12:30 ഇഷ്ടം പോലെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. വൈകിട്ട് അവർ വന്നപ്പോൾ ചെടി കരിഞ്ഞ് കിടക്കുന്ന പോലെയാണ്. വെള്ളം ഒഴിച്ചു എന്ന കർമ്മം യാഥാർത്ഥ്യമാക്കി, പക്ഷേ അതിൻ്റെ ഫലം മോശമായി പോയത് അവരവരുടെ കുറവ് കൊണ്ടാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി 10 അവതാരങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് അത് തന്നിലേക്ക് ആവാഹിക്കാനാണ് അത്തം 10 ഓണം. സുഖമായ ഭക്ഷണവും സുഖമായ യാത്രയും സുഖമായ ബന്ധുസൽക്കാരവും അല്ലാതെ 45 വർഷമായി ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭാരവാഹികളോടോ പങ്കെടുത്തവരോടോ 10 അവതാരങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ഓർഡറായി എഴുതാൻ പറഞ്ഞാൽ ഭാഗ്യത്തിന് ഇന്നേ വരെ എഴുതുന്നവർക്ക് 1 പവൻ സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ 1 പവൻ അതുപോലെ ഇരിക്കുന്നതല്ലാതെ ഇതുവരെ കൊടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. തിരുമേനി വന്ന് വായിച്ചിട്ടുള്ള വരിക്കാൻ കുന്ന് ക്ഷേത്രം തലയോലപ്പറമ്പിലാണ്. അവിടെ ഒരിക്കൽ ഞങ്ങൾ വായിക്കാൻ ചെന്നപ്പോൾ ഈ 10 അവതാരങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനായി ഡെക്കറേഷൻകാർ വെച്ചിട്ടുണ്ട്. ആരും ഇത് ഓർഡറിൽ വെക്കുന്നില്ല. മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ. കഴിഞ്ഞ അവതാര കാലത്തെ അന്യനാണ് ഇപ്പം ചേട്ടനായി വന്നേ. കഴിഞ്ഞ അവതാര കാലത്തെ അനന്തനായ അന്യൻ അന്ന് ചേട്ടനെ രാമ എന്ന് വിളിച്ചതിന് അതേ അനന്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് 2 അക്ഷരവും കൂടി കൂട്ടിച്ചേർത്ത് പേര് വിളിച്ചു, ബലരാമ എന്ന്. പലപ്പോഴും പല ഘട്ടങ്ങളിലും ചേട്ടനെ അനിയൻ നമസ്കരിക്കുമ്പം ചേട്ടൻ അനിയൻ്റെ ചെവിയിൽ മാത്രം പറയും, ആളുകൾ കാണുക നമസ്കരിച്ചോ, രാത്രി വന്നാൽ ഞാൻ ഇതിൻ്റെ പകരം വീട്ടും എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാം. അപ്പം ഇങ്ങനെ ഈശ്വര സങ്കല്പങ്ങളെ നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വേദങ്ങളുമായി ഒളിച്ചോടിപ്പോയ ഹയഗ്രീവനെ കൊല്ലാൻ മത്സ്യമായി, പാലായി കളഞ്ഞപ്പോൾ താന്നുപോയ മന്ദരപർവ്വതത്തെ ഉയർത്താൻ ആമയായി. ഒരാളും ഇഷ്ടപ്പെടാത്ത മൃഗമാണ് പന്നി. പന്നി മൃഗങ്ങളിൽ അത്ര ശ്രേഷ്ഠനൊന്നുമല്ല. പക്ഷേ ഹിരണ്യാക്ഷൻ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭൂമിദേവി എവിടെയാണെന്നറിയാൻ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള മൃഗമായി ചെന്ന് അവനെ തേറ്റ കൊണ്ട് കുത്തിക്കീറി ഭൂമിദേവിയെ ഇരുത്തിയ സ്ഥാനത്ത് കൊണ്ടുവന്ന് തിരിച്ചിരുത്തി. ശക്തനായ അച്ഛനെ വലിച്ചു കീറി കൊന്ന് അദ്ദേഹത്തിൻ്റെ കുടൽമാല എടുത്ത് കഴുത്തിലിട്ട് ആ രക്തം പുരണ്ട കൈകൾ, ആ രക്തത്തിൽ നിന്നുണ്ടായ
ഭക്തനായ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച്, എന്തു വരം തവ വേണ്ടത് ചൊൽക, നീ സന്തോഷമോടെ തരുന്നതുമുണ്ട് ഞാൻ. ബ്രഹ്മദേവൻ ഒപ്പിട്ടതൊന്നും വലിയ സന്തോഷത്തോടല്ല. അദ്ദേഹം ആർക്കൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പിന്നെ തിരിച്ചെടുക്കാൻ ഞാനാണ് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിനൊരു ഗുണമുണ്ട്, ആരോ ചെന്ന് എന്ത് അപേക്ഷ കൊടുത്താലും അപ്പോഴേ ഒപ്പിടും. പിന്നെ എനിക്കാണ് പാട്. മഹാദേവനും ബ്രഹ്മദേവനും പാർവതീ ദേവിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ എല്ലാം കൂടെ വന്ന് കൊടുത്തത് കുഴപ്പമായി എന്ന് പറയുമ്പോൾ ഞാനാണ് പോയി പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. അതും ഒരു മഹാഗുരുവിൻ്റെ ശാപം. നീ 10 അവതാരം എടുക്കേണ്ടി വരട്ടെ എന്നൊരു മഹാഗുരുവിൻ്റെ ശാപം മഹാവിഷ്ണുവിന് പോലും ഏൽക്കേണ്ടി വന്നെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രസക്തി എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ. ഭൃഗുമുനിയുടെ ഭാര്യയെ അർജുനൻ്റെ സന്തോഷത്തിനു വേണ്ടി കൊല്ലുകയും ആ ഭൃഗുമുനിയുടെ ഭാര്യയുടെ ശിരസ് ഭൃഗുമുനി ചേർത്ത് വെച്ച്, ഞാൻ ഇത്രയും കാലം ചെയ്ത തപസ്സിനും നാമജപത്തിനും ശക്തിയുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ വീണ്ടും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം തളിച്ചപ്പോൾ ഉയർന്നെന്നും, ഒരു തെറ്റും ചെയ്യാതെ ദേവേന്ദ്രൻ്റെ സ്നേഹത്തിനു വേണ്ടി എൻ്റെ ഭാര്യയെ നീ കൊന്നെങ്കിൽ നീയും 10 അവതാരങ്ങളെടുത്ത് ദുഃഖിക്കട്ടെ എന്ന ഭൃഗുമുനിയുടെ ശാപം മഹാവിഷ്ണുവിന് പോലും ഏൽക്കേണ്ടി വന്നെങ്കിൽ പുഴുക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ എന്തെന്ന് പഠിക്കാൻ വേണ്ടി നൽകിയ ഭാഗവതം ഒരാവർത്തി വായിച്ചിട്ടുണ്ടോ നമ്മൾ? നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. അമ്പലത്തിലൊക്കെ ചെന്ന് ഞങ്ങൾ ചോദിക്കുന്നതാണ്. കലാപരിപാടിയും മോണോ ആക്റ്റും മിമിക്രിയും ബ്രേക്ക് ഡാൻസും ഒക്കെ നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴും 100 ഭാഗവതം വാങ്ങിയ ആളുകൾക്ക് കൊടുക്കാനും, യജ്ഞം നടത്തുമ്പോൾ 100 പേരെ മുന്നിലിരുത്തി 10 കുട്ടികൾക്ക് ഈ വക കാര്യങ്ങളുടെ ആധ്യാത്മികമായ സന്ദേശം അറിയിച്ചു കൊടുക്കാനും ശ്രമിക്കാത്തതിൻ്റെ കുറവാണ് 3 കൊല്ലം നമ്മളെ അമ്പലത്തിൽ കയറ്റാൻ. ഇപ്പം പരോളിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പോഴും പഴയ പോലെ ആണെങ്കിൽ ഇനി എന്താണ് പ്രകൃതിയിൽ നടക്കാൻ പോകുന്നതെന്നറിയില്ല എന്നാണ്. ഇനി എന്തറിഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലേ? ഗുരുവായൂരെ പോലെ ഒരു ക്ഷേത്രം, പളനിയിലെ പോലെ ഒരു ക്ഷേത്രം, കുംഭകോണത്തെ പോലൊരു ക്ഷേത്രം, തിരുപ്പതിയിലെ പോലൊരു ക്ഷേത്രം, കോടിക്കണക്കിന് രൂപ സമാഹരിച്ചാലും ഇന്നത്തെ കാലത്ത് വെക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഗ്രന്ഥ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം, ഇതിലേതെങ്കിലും ഒരു ഗ്രന്ഥം, 18 പുരാണം, 18 ഉപപുരാണം, 108 ഉപനിഷത്ത്, 4 വേദങ്ങൾ, എന്താ നമുക്കില്ലാത്തേ? ഇതിലേതെങ്കിലും ഒരു പുസ്തകം ഒരാവർത്തി വായിച്ചിട്ടുണ്ടോ നമ്മൾ? എന്നാൽ ഇവിടെ വന്നിരുന്നാൽ ഇത് 12 ദിവസം കൊണ്ട് കേൾക്കാമെന്ന് ചിന്തിച്ചാൽ താമസിക്കാൻ സ്ഥലവും രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ഭക്ഷണവും 4 മണിയായി പോയി ചായ കുടിച്ചേച്ചു വാ എന്നിട്ടേ പ്രഭാഷണം തുടങ്ങൂ എന്ന് പറഞ്ഞ് വൈകിട്ട് ഭക്ഷണം തന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. അത് മാറ്റണ്ടേ നമുക്ക്? ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഭഗവാൻ ശ്രീകൃഷ്ണനും പകർന്നു തന്ന സംസ്കാരത്തിൻ്റെ സന്ദേശം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വായിക്കാനും പ്രഭാഷണം നടത്താൻ പോകുന്ന ഞാനും കേൾക്കാനിരിക്കുന്ന നിങ്ങളും നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ വീട് നോക്കി അമ്മയും അച്ഛനും ഭാഗവതം കാണാപ്പാടമായിരുന്നു, അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ നാണക്കേട് നമുക്കാണോ ഭഗവാനാണോ? നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇനി ഞാൻ അടുത്തത് പറയൂ. നാണക്കേട് നമുക്കാണോ ഭഗവാനാണോ? നല്ലൊരു അമ്മ പറഞ്ഞ പോലെ 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കാ ബാക്കി പറയാൻ. ആർക്കാണ് നാണക്കേട്? ഭഗവാനാണ് അപമാനം. ഭഗവാനാണ് അപമാനം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ ഭക്തൻ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെൺമണി തിരുമേനിയുടെയൊക്കെ നരസിംഹാവതാരത്തിൻ്റെ കാസറ്റ് കേട്ട് രോമാഞ്ചമണിഞ്ഞവരാണ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ. സത്യം. തിരുമേനിയുടെ ഒരു അപേക്ഷ ഞാൻ ഇന്ന് പാദ നമസ്കാരം നടത്തി വെച്ച് പറഞ്ഞു, തിരുമേനി ഞാൻ ഒരു അപേക്ഷയുണ്ട്. എന്താണ്? ഏതാണ്ട് വിഷയം പറയണമെന്നാണ് തിരുമേനി വിചാരിച്ചത്. തിരുമേനി ഇനി മേലാൽ താടിയെടുക്കരുതെന്ന് പറഞ്ഞു. സത്യം. ഒരു സത്യം. അതിനോട് യോജിപ്പുള്ളവർ കൈയടിച്ച് കണ്ടോ എല്ലാവരും. ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്താണ് കാരണം? അല്ല, മള്ളിയൂർ തിരുമേനിയും താടിയും പകുതി മുടിയൊക്കെ എടുക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയാം, അത് കാണുമ്പോൾ ഉള്ള ഒരു തേജസ് വളരെ വലുതാണ്. മുഖം കാണാൻ കഴിയില്ലാത്തവരാണ് നമ്മൾ. കണ്ണാടി ഇല്ലാതെ മുഖം കാണാൻ നമുക്ക് കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കണ്ണാടിയില്ലാതെ സ്വന്തം മുഖം കാണാൻ കഴിവില്ലാത്ത നമ്മൾ തേജസ്സുള്ള ഒരു മുഖത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഭാഗവത അമൃതം ഒഴുകി വരുന്നത് ഓരോ തുള്ളി കുടിക്കാനാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. യജ്ഞം തുടങ്ങിയ മുതൽ സമയമുണ്ടാക്കി ഒരു ശ്രോതാവായി നമ്മൾ വന്നിരുന്ന ഇപ്പം ഈ ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള വലിപ്പം ആനയുടെ വലിപ്പമാണ്. 1 മണിക്കൂറിൻ്റെ ഏർപ്പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ താഴെയാണ്, ശ്രോതാവിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ. പക്ഷേ
ഇത്രയും ദിവസം ഇവിടെ ഇരുന്ന് ഭാഗവതാമൃതം നമ്മളെക്കാൾ അനുഭവവും ജ്ഞാനവും ആ രംഗത്ത് പ്രസിദ്ധന്മാരുമായ ആളുകൾ പറയുന്നത് നമ്മുടെ ചെവികളിലൂടെ കേട്ട് കണ്ണുകളിലൂടെ ആ രൂപം കണ്ട്, ഭഗവത് രൂപം കണ്ട്, നാവ് കൊണ്ടിടയ്ക്കെങ്കിലും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ എന്നൊന്ന് പറഞ്ഞ്, കാലുകൾ കൊണ്ട് മള്ളിയൂർ മഹാഗണപതിയെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത്, കൈകൾ രണ്ടും ചേർത്ത് വെച്ചൊന്ന് തൊഴുത് ശിരസ്സൊന്ന് നമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകൃതിയിൽ നിന്ന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടാത്ത സൂര്യൻ്റെ പ്രകാശവും നമ്മൾ അനുഭവിച്ച്, നേരത്തെ ബുക്ക് ചെയ്യാതെ കൃത്യമായി സുഖമായി ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശ്വസിക്കല്ലേ വായു. രാത്രിയിൽ കിടക്കുമ്പോൾ കൂർക്കം വലിച്ചെടുക്കുകയാണ്, അഡീഷണൽ ബില്ല് പോലും അടയ്ക്കണ്ട. ഇത്ര സ്വാതന്ത്ര്യമായി ആ വായു ശ്വസിക്കുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തോടൊരു ബാധ്യതയുണ്ടെന്ന് പഠിക്കുന്നത് ഭാഗവത അമൃത സത്രത്തിലാണ്. ഗുരുവായൂരപ്പദാസ്വാമിയും മള്ളിയൂർ തിരുമേനിയും കൂടിയൊക്കെ തുടങ്ങിയ ഭാഗവത സത്രം അന്ന് മുതൽ 5-10 പേരെ വെച്ച് തുടങ്ങിയതിന്ന് ആയിരങ്ങൾ വന്നിരിക്കുകയാണ്. ഒരേ വർഷം 2 സ്ഥലത്ത് നടത്തുന്നു, 3 സ്ഥലത്ത് നടത്താൻ ആളുകൾ തൽപരരാണ്. അപ്പോൾ അങ്ങനെ ഈ ഭാഗവത ഗ്രന്ഥത്തിന് ഒരു കുറവുമില്ല. ഇത് കേട്ടിട്ടുള്ളവർ, നേരത്തെ നമ്മുടെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ അത് ഭംഗിയായി സ്വീകരിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചവർക്ക് ഒരു കുറവുമില്ല എന്ന ഒരു ആധ്യാത്മിക ബോധം സമൂഹത്തിൽ പകർത്താനാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ മുറ്റത്ത് വന്നിരിക്കുന്നത്. പരമേശ്വരൻ തിരുമേനിയായാലും ദിവാരൻ തിരുമേനിയായാലും അപ്പൂട്ടനായാലും മുത്തച്ഛൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് ഒരു കുറവും വരുത്താതെ രാജകീയമായ നിലയിൽ ഒരു വർഷത്തിൽ 2 അമൃത സത്രങ്ങൾ ഈ മുറ്റത്ത് നടക്കണം. ജയന്തിയോടനുബന്ധിച്ച് മകരമാസത്തിലെ മൂലം നക്ഷത്രമാണ് മള്ളിയൂർ പൊന്നുതിരുമേനിയുടെ നക്ഷത്രം. എങ്കിലും ഒക്ടോബർ 2, നവംബർ 14 എന്നൊക്കെ പറയുമ്പോൾ അത് മറക്കാത്ത ഒരു ഡേറ്റായി സൂക്ഷിക്കുന്നത് പോലെ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ദേഹമുക്തിക്ക് ശേഷം ഫെബ്രുവരി 2-ാം തീയതി 12-ാം ദിവസം വരുന്ന നിലയിൽ അത് നമുക്ക് പകർന്നു നൽകുകയാണ്. പിന്നെ വിനായക ചതുർത്ഥിക്കുള്ള ഒരു ഭാഗവത ഉത്സവം. പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാന്റെ സഹോദരി സുഭദ്ര, സുഭദ്രയുടെ ഭർത്താവ് അർജുനൻ, അർജുനൻ സുഭദ്ര ദമ്പതികളുടെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര, അഭിമന്യു ഉത്തര ദമ്പതികളുടെ മകൻ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ദുര്യോധനനോട് സ്നേഹം കാണിക്കാൻ വേണ്ടി ദ്രോണാചാര്യയുടെ മകനായ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ തലമുറയിലെ അവസാനത്തെ കുഞ്ഞിനെയും വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ശരമയച്ചപ്പോൾ ഉത്തര കൃഷ്ണ എന്നൊന്ന് വിളിച്ചപ്പോൾ നേരെ ഗർഭപാത്രത്തിനുള്ളിൽ വന്ന് രക്ഷിച്ച് ജനിച്ച ആളാണ് പരീക്ഷിത്ത്. ആ പരീക്ഷിത്ത് 33 വയസ്സിൽ രാജാവായി, 66 വയസ്സിൽ ചക്രവർത്തിയായി. ഇല്ലേ? 66 വയസ്സായപ്പോഴത്തെ വന്ന വഴി മറന്നു. ഉച്ചയ്ക്ക് 12:30 മണിക്ക് ദാഹിച്ച് മുനിയുടെ ആശ്രമത്തിലേക്ക് കയറിയപ്പോൾ മുനി കണ്ണടച്ചിരിക്കുന്നു. എനിക്ക് അല്പം വെള്ളം തരൂ. കേട്ടില്ല. ഓഹോ, ചക്രവർത്തിയായ ഞാൻ വന്ന് വെള്ളം ചോദിക്കുമ്പോൾ ഇയാൾ ആരെയാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു? ദേഷ്യം വന്നു, ചത്ത പാമ്പിനെ എടുത്ത് ഉടലിലിട്ടു, തിരിച്ചുപോയി. മുനിയുടെ മകനോട് കൂട്ടുകാർ ചെന്ന് പറഞ്ഞു, കാര്യം എന്തൊക്കെയാലും നിൻ്റെ അച്ഛൻ നാമം ജപിച്ച് ശിവനായടാ. ശിവനായ അച്ഛനെ കാണാൻ മകൻ ചെന്നപ്പോഴാണ് ശവമായ പാമ്പ് അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടത്. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്തപ്പാമ്പിനെ എടുത്തിട്ടവൻ ആരായാലും അവൻ പാമ്പിൻ്റെ രാജാവായ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ. വെള്ളം ചോദിച്ചപ്പോൾ കേൾക്കാൻ ഞാൻ മുനി മകൻ ശപിച്ചത് കേട്ടപ്പോൾ കേട്ടല്ലോ. തിരുമേനി ഒരിക്കൽ ചോദിച്ചത്, നമ്മുടെ സപ്താഹ വേദിയിൽ ഇവിടെ കളിപ്പാട്ട് വായിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 2009 വെൺമണി തിരുമേനിയെ അതിന് ആശംസ അർപ്പിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളുടെ തലയെ കൈവച്ചുകൊണ്ട് പറഞ്ഞത് ഹന്തഭാഗ്യം ജനാനാം എന്നാണ്. മലയാളത്തിലൂടെ അത് അവതരിപ്പിച്ചു കൊടുക്കുക. സംസ്കൃതം കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാളം പോലെ ഈ അമരഭാഷ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ സംസ്കൃതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ അറിയാവുന്ന സംസ്കൃതം പണ്ടൊക്കെയാണ് എം ആകാശവാണി സമ്പ്രതി വാർത്താഹ സ്വയം ദാം പ്രവാചക ബലദേവാനന്ദ സാഗര. അപ്പോഴേ ഓഫ് ചെയ്യും. ജപ്പാനിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ മംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പോലെ സംസ്കൃതമാണ് ഉപയോഗിക്കുന്നത്. തിരുമേനി അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. തിരുമേനി ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾ താഴെ ഇരുന്ന് വായിക്കുന്നു. തിരുമേനി പറയുകയാണ്,
വെള്ളം ചോദിച്ചപ്പോൾ കേൾക്കാൻ മുനി. മോൻ മഹാനായ ഒരാളിനെ ശപിച്ചത് കേട്ടപ്പം എങ്ങനെ നീ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. ന്യായമായ ചോദ്യമല്ലേ? ആണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ചിന്തിച്ചു, 12:30 മണി ജപിക്കാനും ധ്യാനിക്കാനും പറ്റിയ മധ്യാഹ്ന സന്ധ്യ, ഒരു ദിവസത്തിലെ രണ്ടാമത്തെ സന്ധ്യ. ഈ ചക്രവർത്തി അത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ദാഹം തീർത്താൽ മതി, ഞാൻ വെള്ളം കൊടുക്കുന്നത് തന്നെ പാപം. ആ 12:30 മണിക്കാണ് മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ മുഴുവൻ നിസ്കരിക്കുന്നത്. രാവിലെ ഒരു സന്ധ്യ, പ്രാതകാല സന്ധ്യ, ഉച്ചയ്ക്ക് മധ്യാഹ്നകാല സന്ധ്യ, വൈകിട്ട് സായംകാല സന്ധ്യ. മറ്റ് 2 സന്ധ്യകളിലും സൂര്യന് ശക്തി കുറവാണ്. ഇരുട്ട് പോയി വെളിച്ചം വരുന്ന പ്രാതകാല സന്ധ്യ. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരും. വിളിച്ചുണർത്തുന്ന പ്രായത്തിലെ വിളിച്ചത് കമലാകാന്ത എന്നാണ്. ഇപ്പം ചില അമ്മമാരൊക്കെ മക്കളെ വിളിച്ചുണർത്തുന്ന വാക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. ഞാനത് പറയുന്നില്ല, ഭാഗവത അമൃതം ഒഴുകുന്ന ഈ വേദിയിൽ അത് പറയുന്നില്ല. കമലാകാന്ത, മഹാലക്ഷ്മിയുടെ ഭർത്താവേ എന്നു വിളിച്ചു. ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ രാമനോടൊപ്പം മഹാലക്ഷ്മിയായ ജനകൻ്റെ മകൾ ജാനകി, മിഥിലയിലെ രാജകുമാരി മൈഥിലി സീതാദേവിയായി കൂടെ ചേർന്നു. നിങ്ങളന്ന് ആലോചിച്ച് നോക്കൂ. രുക്മിണി ദേവി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, അഷ്ടലക്ഷ്മിമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നു. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, ജയലക്ഷ്മി. ആലോചിച്ച് നോക്കൂ. ആ ഉറക്കത്തിൽ വിളിച്ചുണർത്തുന്ന പ്രായത്തിൽ അമ്മയും ഗുരുനാഥനും അവരെ വിളിച്ച വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അവതാരപുരുഷനായി, അവതാരം താഴോട്ടിറങ്ങി വന്നത്, മാനത്തിന് താഴെ അവമാനം, ലക്ഷണത്തിന് താഴെ അവലക്ഷണം, ഉന്നതങ്ങളിൽ കത്തിജ്വലിച്ച് നിൽക്കേണ്ട നക്ഷത്രങ്ങളെ പോലെ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ താഴോട്ടിറങ്ങി വന്ന് ജനിച്ചപ്പം മുതൽ ദുഃഖം. അമ്മയ്ക്കും അച്ഛനും ദുഃഖം, വളർത്തമ്മയ്ക്കും വളർത്തച്ഛനും ദുഃഖം. ആരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചോ അവർക്കൊക്കെ ദുഃഖം. അവരെ എല്ലാം അപമാനിച്ചു ആളുകൾ. ഓ, കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു, എന്തർത്ഥം എന്ന് ചോദിച്ചു. അന്യ ആക്ഷേപാദികൾ സഹിച്ച് സമബുദ്ധിയോടെ അഹംഭാവം അകലക്കളഞ്ഞ് ഈശ്വര സേവ ചെയ്തവരുടെ ഒക്കെ പേരെഴുതി വെച്ചിരുന്നത് മുഴുവൻ, ആ ബുക്ക് മുഴുവൻ പരിശോധിച്ച് സ്വർഗാരോഹണത്തിൻ്റെ തലേ ദിവസം നാരായണ എന്നൊരാളെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ അനുഗ്രഹം കൊടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച ഭഗവാന്റെ അവതാരമാണ് ഇന്ന് നടന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ നടന്നേ? നമ്മുടെയൊക്കെ മനസ്സാകുന്ന കാരാഗ്രഹത്തിൽ. ഫെബ്രുവരി മാസം 2-ാം തീയതി ഇതിൻ്റെ സമ്പൂർണത വായിക്കുമ്പോൾ ഈ കാരാഗ്രഹം സ്വർഗമായെങ്കിൽ അവിടേക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. 66-ാമത്തെ വയസ്സിൽ ആ മഹാനായ ചക്രവർത്തി, ഞാൻ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ എന്നെ രക്ഷിച്ച ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മുനിയുടെ അടുത്താണ് കടുത്ത ദാഹമുള്ള ഈ സമയത്ത് ഞാൻ എത്തിയതെങ്കിൽ ഇദ്ദേഹം എപ്പോൾ കണ്ണു തുറക്കുന്നു അപ്പോൾ മതി എനിക്ക് വെള്ളം എന്ന് പരീക്ഷിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര ശ്രേഷ്ഠനായനേയും അദ്ദേഹമെന്ന് ഭാഗവതവുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹാത്മാക്കളുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും അത് 104-ാം പിറന്നാൾ ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന മള്ളിയൂർ പൊന്നുതിരുമേനി അല്ലാതെ ആരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വേണ്ടത് ആ ക്ഷമയാണ്, ആ സഹനശക്തിയാണ്. അത് ആ ചക്രവർത്തിക്ക് പോലും ഇല്ലാതായെങ്കിൽ മറ്റൊരു കാര്യവും കൂടി തിരുമേനി പറഞ്ഞത് കേട്ട് രോമാഞ്ചമണിഞ്ഞു നമ്മൾ. ഏറ്റുമാനൂരിൽ നമ്മുടെ യജ്ഞം നടക്കുമ്പോൾ തിരുമേനി അവിടെ വന്നിട്ട് പറഞ്ഞത്, അവിടുത്തെ അന്നത്തെ ശ്രോതാക്കൾ എഴുന്നേറ്റ് നിന്നാണ് 2 കൈയും അടിച്ചത് സ്വീകരിച്ചത്. എന്താണെന്നറിയാമോ? വളരെ വലിയ ഒരു കാര്യമായി എനിക്ക് തോന്നിയതാണ്. ഈ പരീക്ഷിത്ത് മഹാരാജാവ്, സ്നേഹസമ്പന്നനായ മഹാരാജാവ്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടയാൾ, ഭഗവാൻ തോളേൽ കൈയിട്ട അർജുനൻ്റെ കൊച്ചുമോൻ, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആരും കാണാതെ അപ്പുറത്ത് പോയി നിന്ന് കരഞ്ഞപ്പോൾ ധർമ്മപുത്രർ ചെന്ന്, എന്തിനാണ് കരയുന്നത്, എന്ത് ദുഃഖം വന്നാലും കരഞ്ഞ് തളരരുതെന്ന് ഞങ്ങളോട് ഉപദേശിച്ചയാൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പരീക്ഷിത്ത് മനസ്സിലാക്കണമായിരുന്നു, തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനോട്
തൻ്റെ പൂർവികനായ ധർമ്മപുത്രൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത്, അഭിമന്യു മരിച്ചിട്ടല്ല ഞാൻ കരഞ്ഞത്, അഭിമന്യു മരിച്ച ദുഃഖം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, അർജുനൻ്റെ വിഷമമോർത്താണ് ഞാൻ കരഞ്ഞത്. ഈ പരീക്ഷിത്ത് മഹാരാജാവ് ചത്ത പാമ്പിനെ നാമം ജപിക്കുന്ന മുനിയുടെ കഴുത്തിൽ എടുത്തിട്ടപ്പോൾ സകല സ്നേഹവും പോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പരീക്ഷത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് വെട്ടി. ഭഗവാൻ ആരോടൊപ്പം ചേർന്നു? ശ്രോതാക്കൾക്ക് വലിയ ഐശ്വര്യവും ആത്മവിശ്വാസവും പകരുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഭഗവാൻ നാമം ജപിച്ച മുനികുമാരനോടൊപ്പം ചേർന്നു. പരീക്ഷത്തിൻ്റെ ഈ ഒരു ദുർനടപടി, ആ മുനികുമാരൻ്റെ ശാപം ഒഴിവാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ പറ്റുമായിരുന്നു. പക്ഷേ ഭഗവാൻ ആ ബന്ധം വിട്ടു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജുനൻ്റെ മകൻ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത്തെങ്കിലും അദ്ദേഹം ചെയ്തത് തെറ്റ്. അതുകൊണ്ട് നാമം ജപിക്കുന്ന ആ മുനികുമാരൻ്റെ മകൻ്റെ വാക്ക് യാഥാർത്ഥ്യമാകണം. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നാമം ജപിക്കുക. രാവിലെ ഒരു 12 മിനിറ്റ്, വൈകിട്ട് ഒരു 12 മിനിറ്റ്, ഒരു നാഴിക 24 മിനിറ്റാണ്. അതിൽ 12 മിനിറ്റ് നമ്മുടെ പൂർവികന്മാർ വീട്ടിലിരുന്ന് നാമം ജപിച്ചതിൻ്റെ ഡെപ്പോസിറ്റാണ് നമ്മൾ മള്ളിയൂരിൽ വന്ന് ഇപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വല്ലോ ഇട്ടാൽ നമ്മുടെ കാലം കഴിയുമ്പം പിള്ളേർക്ക് എടുക്കാം. അതുകൊണ്ട് വേണ്ടവർ വരണമെന്നേ പറയാറുള്ളൂ. ഈ അമൃതസാഗരത്തിലേക്ക് വന്നൊന്ന് മുങ്ങി ഉയരാൻ നമുക്ക് ഭാഗ്യം വേണം, ഐശ്വര്യം വേണം. ഇതൊക്കെ നൽകേണ്ടത് ഭഗവാനാണെന്ന് ചിന്തിക്കണം. ആ ഭഗവാനെ ദശമസ്കന്ധത്തിലൂടെ ഒന്ന് പരിചയപ്പെട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാമാണ് എന്നറിയാനും അദ്ദേഹത്തിന് കഴിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കാനും ആക്ഷേപങ്ങളും അപവാദങ്ങളുമൊക്കെ താനും തന്നെ നാമം ജപിക്കുന്നവരും ഭക്തന്മാരെല്ലാം അനുഭവിച്ച കഷ്ടപ്പാടും ക്ലേശങ്ങളും ഒക്കെ കണ്ടവർ നാമജപം നിർത്താതെ സൂര്യനെ കാർമേഘം മറയ്ക്കും. അതുകൊണ്ട് സൂര്യായ നമാന്ന് ജപിച്ച ഒരാൾ കാർമേഘായ നമാന്ന് ജപിക്കുമോ? ജപിക്കുന്നവരും ഉണ്ട്. ഇപ്പോഴൊക്കെ ഓരോ ദിവസം ഓരോ അമ്പലത്തിൽ പോകുന്നവരും ഉണ്ട്. ഓരോ ദിവസം ഓരോ നാമം എങ്ങനെയാണെന്ന് നോക്കാമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലമാണ്. നിങ്ങളാരും അല്ല, അല്ലാതെയുള്ളവർ ഓരോ ദിവസം ഓരോ നാമം, ഓരോ ദിവസം ഓരോ അമ്പലം, ഒരു ദിവസം ഭാഗവത്തിലെ ഒരു വരി, ഒരു ദിവസം രാമായണത്തിലെ ഒരു പേജ്, ഒരു ദിവസം ശിവപുരാണത്തിലെ ഒരു പേജ്. ആയിക്കോട്ടെ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നെടുത്തൊരു BSc നേടാനും ഇംഗ്ലീഷും ഹിന്ദിയും സംസ്കൃതവും മലയാളവും ഒക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്തൊരു BA നേടാനുമൊക്കെ കഴിയുന്നതിന് പകരം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ഒരുപാട് കുഴി കുഴിച്ചാൽ കുഴി കുഴിച്ചുകൊണ്ട് നടക്കും, ഒറ്റ കുഴി താഴോട്ട് കുഴിച്ചാൽ എന്നെങ്കിലും നമുക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സെത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഗ്രന്ഥം വായിച്ച അനുഭവമുള്ള മഹാത്മാക്കൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് ചെവികളിലൂടെ കേട്ട് ഈ അടുത്ത 2026 ജനുവരി മാസം 28-ാം തീയതി വരെ ഈ ചെവികളിലൂടെ വേറൊന്നും കേൾപ്പിക്കല്ലേ, ഈ കണ്ണുകളിലൂടെ വേറൊന്നും കാണിക്കല്ലേ, ഈ നാവ് കൊണ്ട് അരുതാത്തൊന്നും പറയാനിടയാവല്ലേ. അങ്ങനെ നല്ലത് കേട്ട്, നല്ലത് കണ്ട്, നല്ലത് പറഞ്ഞ് നന്മയിലേക്ക് എത്താനുള്ള ഒരു കോഴ്സാണ് ശ്രീ മഹാഭാഗവത യജ്ഞം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. വാസ്തവത്തിൽ ആ പ്രതിമ കണ്ടാൽ ജീവനോടെ നിൽക്കുന്നത് പോലെയല്ലേ നോക്കൂ. നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരുമേനിയുടെ ആ പ്രതിമയിലേക്ക് നോക്കിയാൽ ജീവനോടെ അവിടെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ ശരീരത്തിനേക്കാൾ വലുത് വിഗ്രഹങ്ങളാണ്. നമ്മളെപ്പോലെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. നിങ്ങളാരും അല്ല, ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരും ശരീരം പോയാലും ജീവിക്കുന്നവർ. പൂന്താനം തിരുമേനിയായാലും മേൽപ്പത്തൂർ തിരുമേനിയായാലും കുറൂരമ്മയായാലും മഞ്ജുളയായാലും മള്ളയൂർ തിരുമേനിയായാലും ഗുരുവായൂരപ്പനെ മനസ്സിൽ ആവാഹിച്ച് ശരീരം പോയാലും നമ്മൾ ഇന്ന് സ്മരിക്കുന്നു. ആദ്യം പറഞ്ഞവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും യാത്തതുമൊക്കെ ഉണ്ടായിരുന്നു, ഉള്ളതാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നതിനാണ്
ഞാനും നിങ്ങളും വള്ളിയൂരിൽ വന്നിരിക്കുന്നത്. വള്ളിയൂരിൽ വന്നിരിക്കുന്നവർക്ക് ഭാഗവതത്തിൻ്റെ വലിയ വിശദാംശങ്ങളൊന്നും അറിയിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അത് അവരുടെ ഉള്ളിലുള്ളതിന് അല്പം വെള്ളവും വളവും സമയോചിതമായി ഒഴിക്കാനാണ് ഇരിക്കുന്നത്. എവിടെയാണ്? പള്ളിവാസലിലും ഇടുക്കിയിലും ഇടമലയാറിലും ഒക്കെ പോയാൽ വെള്ളച്ചാട്ടമല്ലേ കാണാൻ പറ്റൂ? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി കാണാൻ പറ്റുമോ? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാണുന്ന വെള്ളച്ചാട്ടത്തിലൂടെ കാണാൻ കഴിയാത്ത വൈദ്യുതിയെ ഉൽപ്പാദിപ്പിച്ചതിനെ 2 കമ്പിയിലാക്കി വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന രണ്ടും കൂടി നിർത്തി ഒന്നായി അകത്തേക്ക് പ്രവേശിച്ച് ബെഡ്റൂമിൽ കിടന്ന് കട്ടിലിൽ കിടന്ന് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ കറങ്ങി ഫാൻ, ഒരു സ്വിച്ച് ഇട്ടപ്പോൾ കത്തി ലൈറ്റ്, ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഫ്രിഡ്ജിലെ വെള്ളം തണുത്തു, ഒരു സ്വിച്ച് ഇട്ടപ്പോൾ തേപ്പ് പെട്ടി ചൂടായി. 4ലും ഒന്നാണ്, ഒരു വൈദ്യുതിയാണ്. കത്തിക്കാനും കറക്കാനും തണുപ്പിക്കാനും ചൂടാക്കാനും ഒരു വൈദ്യുതി എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടാനുസരണം പ്രവർത്തിപ്പിക്കുന്നത്, അതേപോലെ നിൻ്റെ ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിനെ തേജോമയമാക്കി മാറ്റാനുള്ള പദ്ധതികൾ സത്യസന്ധമായി ഈശ്വരാത്മകമായി ചെയ്യുവാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ഉത്തരായന കാലത്തെ വള്ളിയൂരിലെ ഭാഗവത അമൃത സത്രമെന്ന് അഭിമാനത്തോടെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മഹാഗുരുവിൻ്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനൊക്കെ ഫലമുണ്ടെന്ന് ഞങ്ങളൊക്കെ അറിയുന്നു. 10,000-കണക്കിന് ആളുകളെ നമ്മുടെ മുന്നിൽ ഈ മണ്ഡപത്തിൽ അണിയിച്ചിരുത്തുന്നു ഓരോ സ്ഥലങ്ങളിലും. അവിടെ എല്ലാം വായിക്കുന്നത് ഭാഗവതമാണ്. അയ്യപ്പ സത്രത്തിൽ പാലാഴി മഥനമായിരുന്നു വെൺമണി തിരുമേനിയുടെ വിഷയം. ഇപ്പം കഴിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. അദ്ദേഹം വന്നപ്പോൾ 10,000-ങ്ങളാണ് ഇരിക്കുന്നത്. പാലാഴി മഥനം വളരെ മംഗളകരമായി അദ്ദേഹം ആവിഷ്കരിച്ചു. ഹരിഹര സുതനാണല്ലോ. അഷ്ടമസ്കന്ധം വായിക്കുമ്പോൾ അതിൽ 8 കാര്യങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് പഠിക്കുമ്പോൾ അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി ചെറിയ കാര്യമല്ല. അവിടെ മാസ്ക് വെച്ച് 2 സ്ത്രീകളെ പ്രവേശിച്ച അന്ന് മുതൽ ലോകം മാസ്ക് വെച്ചു. അഴിക്കണ്ടെന്ന് പറഞ്ഞു. 2-3 ഒക്കെ വെച്ചോളാൻ പറഞ്ഞു. നടക്കണ്ടാത്തത് പലതും നടക്കുന്നത് പ്രകൃതിയിലെ ചില കുറവുകൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിത കർമ്മങ്ങളിൽ നമുക്കൊട്ടേറെ സംശയങ്ങളും അപൂർവതകളും നിലനിൽക്കുന്നുവെന്ന് നമുക്ക് തന്നെ അറിയാം. കൃഷ്ണ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ ജപിച്ചിരുന്നവർ അന്നുമുണ്ടായിരുന്നു. അവരൊക്കെ വലിയ ആക്ഷേപങ്ങൾക്കും അപവാദങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ കാരണക്കാരായി. എന്തിനാണ് കൃഷ്ണൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നത്? കൃഷ്ണനെ കൊണ്ടുപോകാൻ ഞങ്ങൾ നെല്ല് തരണമെന്നോ വേറെ ജോലിയിലേതാ അടുക്കളുടെ വടക്കേ വശത്ത് ഞങ്ങളൊക്കെ കഴിച്ച പ്ലേറ്റ് കഴുകാതെ ഇരിക്കുന്നു. 4 ദിവസമായി അത് കഴുകുക, ഞങ്ങൾ ഭക്ഷണം തരാമെന്ന് കുചേലൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോഴും അവർ ശങ്കിച്ചില്ല. അവർ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ജപിക്കുന്നത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. എന്താണ് അവിടെ ഉണ്ടായ അനുഭവമെന്ന് നമുക്കറിയാമല്ലോ. മഹാഭാരത യുദ്ധം നടക്കുന്നു. ഇന്ന് അവതരിച്ച ആ ഭഗവാന്റെ ജീവിതകർമ്മത്തിൽ പാണ്ഡവന്മാർക്ക് പോലും പാഞ്ചാലിക്ക് പോലും സംശയമുളവാക്കിയ ഒരു കാര്യമാണ്. അർജുന, അപ്പുറത്ത് നിൽക്കുന്ന 2 പേരോടുള്ള വിരോധം നീ മാറ്റിയില്ലെങ്കിൽ നീ യുദ്ധത്തിൽ ജയിക്കില്ല. മഹാഭാരതം. അപ്പുറത്തെ കൗരവപക്ഷത്ത് നിൽക്കുന്ന 2 പേരോടുള്ള പരിഭവം, ദേഷ്യം നീ മാറ്റിയില്ലെങ്കിൽ നിനക്ക് മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കില്ല. കുനിഞ്ഞ് കുമ്പിട്ട് അർജുനൻ ചോദിച്ചു, ആരോട്? 2 പേരോടും, ദ്രോണാചാര്യരോടും ഭീഷ്മരോടും. നീ അവരുടെ പാദങ്ങളിൽ ചെന്ന് ഇന്ന് വൈകിട്ട് നമസ്കരിക്കണം. അർജുനൻ ആദ്യം അങ്ങോട്ട് അത് സ്വീകാര്യമായില്ല. എങ്കിലും നിർബന്ധിച്ച് വിട്ട് അടുത്ത് ചെന്ന് നമസ്കരിച്ചു. 2 പേരും തലയിൽ കൈവച്ചുകൊണ്ട് ആ അർജുനനെ അനുഗ്രഹിച്ചു. വിജയീ ഭവ. മടങ്ങി വന്നു. നീ പാദത്തിൽ നമസ്കരിച്ചപ്പോൾ നിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് എന്താണ് 2 പേരും പറഞ്ഞത്? വിജയീ ഭവ,
ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ഇനി ആര് വിചാരിച്ചാലും പറ്റില്ല. എടാ, അവിടെ നിന്നുകൊണ്ട് അവർ എന്നെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? ഈ യുദ്ധത്തിൽ അർജുനൻ ജയിക്കണേ, ഈ യുദ്ധത്തിൽ അർജുനൻ ജയിക്കണേ എന്ന്. അത് കേൾക്കുന്ന ഞാൻ, നീ അവരോട് വിരോധം മനസ്സിൽ പോലും ഉണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാനാവില്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അപരാധമാണ്. ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് എന്നെയും ഈ നിലയിൽ എത്തിച്ചതെന്ന് നീ മനസ്സിലാക്കണം. അർജുനൻ വികാരതരളിതനായ ഒരു മുഹൂർത്തമാണ്. അടുത്തത് ദ്രൗപദിയോട് പറഞ്ഞു, ദ്രൗപദി നീ അവിടെ പോയി ഭീഷ്മ പിതാമഹൻ്റെ പദാരവിന്ദങ്ങളിൽ നിന്ന് നമസ്കരിക്കണം, അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് ജയിക്കാൻ സാധിക്കില്ല. ദ്രൗപദിക്ക് ആദ്യം അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ദ്രൗപദി മനസ്സോടെ പോയി. പാണ്ഡവന്മാർ 5 പേരും 5 സ്ഥലത്തേക്ക് നോക്കി നിന്നു, ഇഷ്ടപ്പെടാഞ്ഞിട്ട്. ആ പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചു. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ആ പദാരവിന്ദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ ദ്രൗപദിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി ഭീഷ്മ പിതാമഹൻ പറഞ്ഞ വാചകം സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? ഉറക്കെ പറയും. തെറ്റായാലും ശരിയായാലും എലിമിനേഷൻ റൗണ്ടൊന്നും ഇല്ലല്ലോ. ഉറക്കെ പറയൂ. ദീർഘസുമംഗലി ഭവ. മടങ്ങി വന്നു ദ്രൗപദി. എന്തായിരുന്നു ഭീഷ്മ പിതാമഹൻ നിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്? ദീർഘസുമംഗലി ഭവ. ഇനിയും പാണ്ഡവന്മാരെ കൊല്ലാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യർക്കും സാന്ദീപനി ഗുരുനാഥനും തനിക്ക് പേരിട്ട കുലഗുരുവായ ഗർഗമുനിയും ഒക്കെ ഭഗവാൻ നൽകിയ പരിഗണന ഇന്നത്തെ തലമുറ പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വലിയ സമ്മേളനത്തിൽ പറയാം, ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജീവചരിത്രം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ പദ്ധതിയിൽപ്പെടുത്താൻ നമുക്ക് ആവശ്യപ്പെടാം. പ്രിയപ്പെട്ടവരെ, വേണ്ടതല്ലേ? എന്തെല്ലാമാണ് നടക്കുന്നത്? അമ്മയെ കൊല്ലുന്ന മക്കൾ, അച്ഛനെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി 1 ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങുന്ന ജോലിയിലും ഏൽപ്പിച്ച് ആ മകൻ്റെ ഒരു സന്തോഷകരമായ ചിരി കാണാൻ കൊതിച്ചിരിക്കുന്ന അച്ഛനെ പെരുമ്പാവൂരിലെ ഫ്ലാറ്റിലിട്ട് പൂട്ടി മകൻ പാലക്കാട്ടേക്ക് കടക്കുന്നു. അയലത്തുകാർ ചെന്ന് മുറി മുട്ടി വിളിക്കുമ്പോൾ തുറക്കാഞ്ഞതിന് പരാതി കൊടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ മോനെ അച്ഛൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഓൾഡ് ഏജ് ഹോമുകൾ വർദ്ധിക്കുന്നു. അമ്പലത്തിൽ നടക്കിരുത്തുകയാണ്. അച്ഛാ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോയാലോ? അച്ഛനൊരാശങ്ക. നിരീശ്വരവാദിയായ ഇന്നുവരെ നാമം ജപിക്കാത്ത മകൻ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് വിളിക്കുന്നു. പോകാം. ഭാര്യയെയും കൂടെ വിളിക്കുന്നു. 2 പേരെയും കൂടെ തൊഴാനകത്തേക്ക് വിട്ടിട്ട് ഭാര്യയും കൊച്ചുമക്കളുമായി മകൻ സ്ഥലം വിടുന്നു. ഈ കർമ്മത്തിന് ഇപ്പോൾ പറയുന്ന പേര് നടക്കിരുത്തുക. ആരെ? അമ്മയും അച്ഛനെയും. ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസം വർദ്ധിച്ചപ്പോൾ വിവേകം കുറഞ്ഞു. സമ്പത്ത് കൂടിയപ്പോൾ സംസ്കാരം കുറഞ്ഞു. അതിന് പരിഹാരമാണ് ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ വന്നിരിക്കുന്ന കുട്ടികളെ. വളർത്തമ്മയായ യശോദാമ്മയെയും വളർത്തച്ഛനായ നന്ദഗോപരെയും സ്വന്തം അച്ഛനായ വസുദേവരുടെയും സ്വന്തം അമ്മയായ ദേവകിയുടെയും മുന്നിൽ വെച്ച് നമസ്കരിക്കുന്ന ഒരു ഭാഗം ഭാഗവതത്തിലുണ്ട്. ഗുരുവായ സാന്ദീപനിയുടെ അടുത്ത് ചെന്ന് അങ്ങക്ക് എന്താണ് ഗുരുദക്ഷിണയായി ഞാൻ സമർപ്പിക്കേണ്ടത് ഗുരുനാഥ എന്ന കണ്ണുനീരോടെ ചോദിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഗുരുഭഗ്നിയോട് ആലോചിച്ച ഗുരുനാഥൻ രാവിലെ കണ്ണൻ വന്നപ്പോൾ എന്താണ് ഗുരുദക്ഷിണയായി ചിന്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നതിൻ്റെ ദുഃഖമാണെങ്കിൽ വിഷമിക്കേണ്ട. കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗുരുനാഥനെ കാണും. എന്താ ഗുരുദക്ഷിണ? അങ്ങ് അമ്മയെപ്പോലെ കണ്ട. അന്ന് ഗുരുഭഗ്നി അമ്മയെപ്പോലെ കണ്ടെന്നാണ്. ഗുരുഭഗ്നി, രാജഭഗ്നി, ജ്യേഷ്ഠഭഗ്നി, തഥൈവച ഭഗ്നി മാതാ സുമാത പഞ്ചൈതേ മാതരസ്മൃത എന്നാണ് സംസ്കൃതത്തിൽ ആദ്യമായി ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത്. 5 അമ്മയാണെങ്കിൽ 5 അച്ഛനും വേണമല്ലോ. ജനിതാച്ചോ ഉപനേതാച്ചോ യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാത ഭയത്രാത പഞ്ചൈതേ പിതരസ്മൃത. അങ്ങ് അമ്മയെപ്പോലെ കണ്ട. എൻ്റെ സഹധർമ്മിണി പറഞ്ഞു, ചോദിക്കുന്നത് അധികമാകുമോ എന്നറിയില്ല, ആരോട് ചോദിച്ചാൽ കിട്ടാത്തതും ആർക്കും തരാൻ പറ്റാത്തതും ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത് ചോദിക്കട്ടെ കണ്ണാന്ന് ചോദിച്ചപ്പോൾ ഗുരുവിന് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയ എൻ്റെ മകനെ തരാമോ എന്നാണ് ചോദിച്ചത്.
കുളിക്കാൻ പോയി ആ കുളത്തിൽ വീണ് മരിച്ച പഞ്ചജനൻ കൊന്ന ആ പ്രഭാസത്തിൽ ചെന്ന് പഞ്ചജനനെ കൊന്ന അവൻ്റെ മാർദ്ദത്തിൽ നിന്നെടുത്ത ശംഖാണ് പഞ്ചജന്യം. പഞ്ചജനദേഹ സംഭവ ശങ്കിഹ പാഞ്ചജന്യമതാമെന്നു ചൊല്ലുന്നു. ആ പാഞ്ചജന്യവും എടുത്തുകൊണ്ട് യമലോകത്ത് എന്ന് യമലോകം കിടുകിട വിറപ്പിച്ച് അവിടെയുണ്ടായിരുന്ന ഗുരുനാഥൻ്റെ മകനെ സന്ദീപനി ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ഇനിയും എന്തെങ്കിലും അങ്ങേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ യുദ്ധം ഗുരുപ്രീതി ചെയ്തവർ ആരുമേ ഈ ത്രിലോകത്തിങ്കലില്ലെന്ന് നിർണയം, ഉത്തമന്മാരായി നിങ്ങൾ വിദ്യകൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അയച്ചതിൻ്റെ ഐശ്വര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉള്ളതെന്ന് എത്രയോ കാലമായി ഭാഗവതം കേൾക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുചേലൻ വരുമ്പോഴും സുദാമാവ് വരുമ്പോഴും ആ കാര്യമാണ് പറയുന്നത്. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹമല്ലേ സുദാമാവെ നമ്മൾ ഈ നിലയിൽ എത്തിയത് എന്നാണ്. അപ്പം ആദാവും പിതാവും ഗുരുവും അതിഥിയും കഴിഞ്ഞ് ഈശ്വരനുള്ളൂ എന്ന് പഠിപ്പിച്ച രണ്ട് യുഗപുരുഷന്മാരുടെ ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ചരിതം ആലേഖനം ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീ മഹാഭാഗവതം. 2 അധ്യായത്തിൽ മാത്രം അത് വ്യാസഭഗവാൻ ഒതുക്കിയെങ്കിലും ഒരിക്കലും കൈപ്പിടിക്കുള്ളിൽ നിർത്താൻ കഴിയാത്ത വലിയ ഒരു ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ ദർശനത്തെ 2 അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാനും ഇന്ന് മുതലുള്ള 4 ദിവസം ഭഗവാൻ വളർന്ന് തൻ്റെ ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് തൻ്റെ മിത്രങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് അഷ്ടലക്ഷ്മിമാരെ കൂടി തൻ്റെ കൂടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ കൂടെ ചേർത്ത് സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ്റെ ദുരന്തം തീർത്ത്, വാക്കുകൾ മറക്കരുത്, സുദാമ ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യം തീർത്ത്, കുന്തിദേവിയുടെ മക്കളുടെ ദുരിതം തീർത്ത്. തിരുമേനി പറഞ്ഞ വാക്ക് ഞാൻ അന്ന് കാണാതെ പഠിച്ച് എഴുതിയിട്ടതാണ്. ദുരന്തം, ദുരിതം, ദുഃഖം, ദാരിദ്ര്യം ഇതൊന്നും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ തീർക്കാൻ പറ്റില്ല. ദുരന്തം, ദുരിതം, ദുഃഖം, ദാരിദ്ര്യം പരിഹരിക്കാൻ സർവേശ്വരനായ ഭഗവാനും ആ പാദത്തിലിരിക്കുന്ന ഭഗവതിക്കും മാത്രമേ കഴിയൂ എന്ന് നമ്മുടെ കുട്ടികളെ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാൻ മാത്രമാണെന്ന് ഹിന്ദുക്കളായ നമ്മൾ ധരിക്കണം. ഭാഗവതം അമ്പലത്തിൽ വന്നിരുന്ന് പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞാലേ നമ്മുടെ അടുത്ത തലമുറ ജീവിതത്തിൽ ജയിക്കൂ എന്ന് മറക്കരുത്. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ക്രൈസ്തവ കുട്ടികളില്ല, ഖുറാൻ വായിച്ചിട്ടില്ലാത്ത മുസ്ലിം കുട്ടികളില്ല, ഭാഗവതം വായിച്ചിട്ടില്ലാത്ത കുട്ടികൾ 80% ഹിന്ദു വിഭാഗത്തിലുണ്ടെന്ന് ഞങ്ങളൊരു സർവേ നടത്തിയപ്പം മനസ്സിലായി. എത്ര ശതമാനമാണ്? 80%. ഭാഗവതം ഇല്ലാത്ത വീടുകളാണ് ഹിന്ദു ഭവനങ്ങളിൽ 60%. 4 TV, 8 കാറ്, 4 ബൈക്ക്, 14 മൊബൈല്, ഇതൊക്കെ ഉണ്ടായാലും ആ വീട്ടിലില്ലാത്തത് ഈ മഹാഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കൂ. നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒരു കാറ് വാങ്ങി അമ്മയും ഭാര്യയും മക്കളും എല്ലാം കൂടെ റോഡിൽ പോകുമ്പോൾ കുറുപ്പന്തറയിൽ നിന്ന് വിട്ട് ഏറ്റുമാനൂർ കടന്നു, കോട്ടയം കടന്നു, ചങ്ങനാശ്ശേരി ആയപ്പോൾ ഒരു ചെറിയ വളവിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പാത്ത് നിൽപ്പുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ. റോഡിൽ തടയുന്ന ഓഫീസർ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ RTO എന്ന് പറയും. നമസ്കാരം, നമസ്കാരം. RC ബുക്ക് ഇല്ല, സന്തോഷം, സൈഡിലോട്ട് ചേർത്തിടൂ. അവിടെ സൈഡിലോട്ട് ചേർത്തിട്ടപ്പം ലൈസൻസ് ഇല്ല, സന്തോഷം, ഓഫ് ചെയ്യൂ. 3 ഇൻഷുറൻസ് ഇല്ല, താക്കോലിങ്ങി തരൂ. അപ്പോൾ ഈ വിഡ്ഢിയായ ഉടമസ്ഥൻ പറയുകയാണ് കാർ എൻ്റെയാണ്. ഉടനെ RTO വീട്ടിൽ റോഡിലിറങ്ങുമ്പോൾ കാറ് ഞങ്ങളുടെയും കൂടാണ്. ഈ RC ബുക്കും ഇൻഷുറൻസും ലൈസൻസും ഇല്ലാതെ നിങ്ങളുടേത് എന്നഭിമാനിക്കുന്ന വണ്ടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളെ മുന്നോട്ട് വിടാതിരിക്കുകയാണ് ഞങ്ങളുടെ ജോലി. മറക്കല്ലേ. നമ്മുടെ കുട്ടി ജനിച്ച തിഥി അറിയില്ല, ജനിച്ച നക്ഷത്രം അറിയില്ല, ജനിച്ച ദിവസം അറിയില്ല. പിന്നെ അങ്ങനെ മുമ്പോട്ട് നിങ്ങളെ വിടും? അമ്പലത്തിൽ അഷ്ടദിക്പാലകന്മാരും സപ്തമാതാക്കളും ചോദിക്കുകയാണ്, ജനിച്ച തിഥി അറിയാൻ ശ്രീരാമ നവമി, അഷ്ടമി രോഹിണി, രോഹിണിയേക്കാൾ പ്രാധാന്യം അഷ്ടമിക്ക്, പുണർദത്തേക്കാൾ പ്രാധാന്യം നവമിക്ക്. ഏകാദശി വ്രതം, ഷഷ്ടി വ്രതം, അമാവാസി വ്രതം, പൗർണമി വ്രതം ഇതെല്ലാം അനുഷ്ഠിച്ച്
ഉണ്ണിഗണപതിയെ മടിയിൽ ഇരുത്തിയിരിക്കുന്ന മള്ളിയൂർ തിരുമേനിയെ സങ്കല്പിച്ച്, ഉണ്ണികൃഷ്ണനെ മടിയിലിരിക്കുന്ന മഹാഗണപതിയെ സങ്കല്പിച്ച്, അവിടെയുള്ള ദേവിയെ സങ്കല്പിച്ച്, അവിടെയുള്ള ധർമ്മശാസ്താവിനെ സങ്കല്പിച്ച്, പുറത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മഹാദേവനെയും മഹാദേവിയെയും മഹാവിഷ്ണുവിനെയും ഭദ്രകാളിയെയും മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ തിഥി വരുമ്പോൾ മള്ളിയൂരിൽ ഒരു മാസത്തിൽ 2 തിഥി, വെളുത്തപക്ഷം, കറുത്തപക്ഷം, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി, അമാവാസി, 14 28 അമാവാസിയും പൗർണമിയും കൂടെ ചേർത്ത് 30. 2 തിഥി വരുമ്പോൾ അഷ്ടമിയിലാണ് നമ്മുടെ കുഞ്ഞ് ജനിച്ചതെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരും തിഥിയും പറഞ്ഞ് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അടുത്ത തിഥി വരുമ്പോൾ ഒരു ആയുർ സൂക്ത പുഷ്പാഞ്ജലി, ജനിച്ച നക്ഷത്രം വരുമ്പോൾ ഒരു നിവേദ്യം, ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ ആദ്യത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഒരു പിടി പൂവ്, രണ്ടാമത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഒരു തുടം എണ്ണ, മൂന്നാമത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഒരു ചന്ദനത്തിരി, നാലാമത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഒരു കർപ്പൂരം. ഒരു മാസത്തിൽ 7 ദിവസം ആ കുഞ്ഞിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ കുഞ്ഞിന് ഭാഗ്യമേ വരൂ, ഒരു ആരോഗ്യമേ വരൂ എന്ന് പഠിപ്പിക്കേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. അവരെ പഠിപ്പിക്കാൻ, പരീക്ഷയ്ക്ക് ജയിക്കാൻ വിട്ടിട്ട് അവർ പ്രായമാകുമ്പോൾ നമ്മളാരും ഉണ്ടാവില്ല. അപ്പോഴും ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും, അകത്തെ ദേവാലയത്തിലെ വിഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടതിന് കാരണം അവർക്ക് ഐശ്വര്യം ഉണ്ടാകാനുള്ള കേന്ദ്രത്തിൽ മാത്രം അവരുടെ പേര് രജിസ്റ്റർ ചെയ്തില്ല. എത്രയോ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് രൂപ മുടക്കി അവർ വില കൊടുത്ത് വാങ്ങി വെച്ച് പഠിച്ച് ജയിച്ചെങ്കിലും 200 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ഭാഗവതവും രാമായണവും ഒരു പേജ് പോലും അവർ വായിച്ചില്ല. അപ്പോൾ പരീക്ഷയിൽ ജയിച്ച കുട്ടികൾ ജീവിതത്തിൽ തോറ്റ് നടക്കുന്നത് കാണാൻ മാതാപിതാക്കൾക്ക് ഇടയാകരുതെങ്കിൽ അവരെ ഭാഗവതം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ ഭാഗവത അമൃത സത്രത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, മകരമാസത്തിലെ പൗർണമിക്ക് ഇനി ഫെബ്രുവരി 12-ാം തീയതി വരുമ്പോൾ നമ്മൾ പറയണം, ഫെബ്രുവരി 2 വരെ മള്ളിയൂരിലിരുന്ന് ഈ ഭാഗവത അമൃത സത്രം ഞങ്ങൾ നുകർന്നതാണ്. മക്കളെ, ഭാഗവതത്തിലെ ഒരു പേജ് ഒരു ദിവസം വായിക്കണം, ഒരു അധ്യായം വായിക്കണ്ട. അത് പൂർത്തീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജയിക്കാമെന്നൊരു തീരുമാനമെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് കൊണ്ട് അർത്ഥമുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി പുറത്തെങ്ങും പോയി പിരിവ് നടത്താതെ ഇവിടെ കാണിക്കവഞ്ചിയിൽ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന പണമെടുത്ത് രാജകീയമായി അച്ഛൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ 2 മക്കൾ പരമേശ്വരൻ തിരുമേനിയും ദിവാരൻ തിരുമേനിയും ഒരുക്കുന്ന ഭാഗവത അമൃത സത്രത്തിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഒരു കുട്ടിയോട് എന്താ മോനെ നക്ഷത്രമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു പൂയില്യമാണ്. പൂയില്യം. ഞാൻ ഞെട്ടിപ്പോയി. ഇനി അങ്ങനെ കാണാൻ വല്ല നക്ഷത്രവും വന്നോ ഈ അടുത്ത സമയത്തെന്ന് എങ്ങനെ അറിയാം? എന്താ മോനെ നക്ഷത്രം? പൂയില്യം. തിഥി ഐ ഡോണ്ട് നോ. പിറന്ന നാളിനെ ബർത്ത്ഡേ ആക്കിയവരാണ് നമ്മൾ. പിറന്ന നാൾ ഒരു കുട്ടിക്കും അറിയില്ല. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല. ജനുവരി, ഫെബ്രുവരി കാണാതറിയാം. ശകവർഷം നമുക്കറിയില്ല. ചൈത്രമാസമാണോ ആഷാഢമാസമാണോ ഒന്നും അവർക്കറിയില്ല. അവർക്ക് ലോകം മുഴുവനുള്ള കാര്യങ്ങൾ അറിയുമ്പോഴും തൻ്റെ അച്ഛൻ്റെ തിഥിയും തൻ്റെ അമ്മയുടെ തിഥിയും മറക്കാതിരിക്കാൻ, പെറ്റമ്മയേക്കാളും ജന്മം നൽകിയ അച്ഛനേക്കാളും സ്ഥാനം വളർത്തമ്മയായ ഭഗവതിക്കും വളർത്തച്ഛനായ ഭഗവാനുമുണ്ടെന്നറിയാൻ കുടുംബജീവിതത്തിൻ്റെ മാതൃകയായി ശിവകുടുംബവും ഐശ്വര്യം പ്രദാനം ചെയ്യാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ റോൾ മോഡലുകളായി അംബാസഡറുകളായി നിലനിൽക്കുമ്പോഴും അത് എഴുതി വെച്ച ഗ്രന്ഥത്തിൻ്റെ ഓരോ പേജ് വായിക്കാതെ പ്രോജക്റ്റുകളും ഒരുപാട് പദ്ധതികളും ഒക്കെ പഠനത്തിന് സഹായിക്കുന്നത് ഉറക്കമിളച്ചിരുന്ന് രാപ്പകൽ പഠിക്കുമ്പോഴും ശിവരാത്രിയോ നവരാത്രിയോ അഷ്ടമി രോഹിണി രാത്രിയോ ശ്രീരാമനവമിയോ ആ ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് ഒരു രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയപ്പോഴാണ് കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗവും നടത്തി ഹിന്ദുക്കൾ കഷ്ടത്തിലാവല്ലേ എന്ന് ശ്രീനാരായണ ഗുരുദേവനും ഹിന്ദുക്കളുടെ 4 കെട്ടുകളെല്ലാം പൊളിച്ചതിന് കാരണം 4 കെട്ടുകളാണ്. കേസുകെട്ട്, താലികെട്ട്, വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീ മന്നത്ത് പത്മനാഭനും ഒക്കെ നമ്മളെ ഉപദേശിച്ചെങ്കിലും
അതൊന്നും കേൾക്കാതെ സദാപി പ്രാർത്ഥനയുമായി അവരുടെ ഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ അതിനോട് ഇഴുകിച്ചേർന്ന പള്ളിയിലും മോസ്കിലുമൊക്കെ അവർ ആഘോഷങ്ങൾ നടത്തുമ്പോൾ കലാപരിപാടികൾ നടത്താതെ ഈശ്വരീയ ധർമ്മത്തിൻ്റെ ഉദാത്തമായ ചിന്തകൾ അവരുടെ കർമ്മപഥത്തിലുണ്ടാകാൻ, അത് രാഗതാള ഭാവലയങ്ങളാക്കി ആനന്ദമായി ജീവിക്കുവാൻ, ആയുസ്സോടെ ജീവിക്കുവാൻ, ദുഃഖങ്ങളില്ലാതെ, ദുരന്തങ്ങളില്ലാതെ, ദുരിതങ്ങളില്ലാതെ, ദാരിദ്ര്യങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മളും സമയവും സൗകര്യവും സമ്പത്തും സന്മനസ്സും സമർപ്പിക്കണം. നേരത്തെ പറഞ്ഞ ദുരിതം, ദുഃഖം, ദാരിദ്ര്യം, ദുരന്തം നമ്മുടെ കുലത്തിൽ ഇല്ലാതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സമയം, സൗകര്യം, സമ്പത്ത്, സന്മനസ് ഇവ ദേവാലയത്തിൽ സമർപ്പിക്കണം. ആ സമർപ്പണം കൊണ്ടേ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കൂ എന്ന് മറക്കരുത്. ഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭക്തിയുടെ ചെടി വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൻ്റെ ആദ്യത്തെ വേര് വരുന്നത് മുകളോട്ടാണോ താഴോട്ടാണോ? വിത്ത് കുഴിച്ചിട്ടും മുറ്റത്ത് ആദ്യത്തെ വേര്, ആദ്യത്തെ മുള താഴോട്ടാണോ മേപ്പോട്ടാണോ? എന്നാലും ഒരു അമ്മ പറഞ്ഞു, കുഞ്ഞെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ആദ്യത്തെ മുള വേരായി താഴോട്ടാണ് വരുന്നത്. അതവിടെ ഉറപ്പിച്ചിട്ട് ഭൂമിയെ പിളർക്കുന്ന ശക്തിയിൽ ഒരു മുള പൊട്ടും. അത് തെറ്റിപ്പോകാതിരിക്കാൻ പണ്ട് കലത്തിൻ്റെ മോൾഭാഗമൊക്കെ ഉടച്ചവിടെ തന്നെ വെക്കും, അത് കാല് ചവിട്ടി പോകാതിരിക്കാൻ. പിന്നെ അത് ചെടിയായി വരുമ്പം വേലി കെട്ടും. അയലത്തുകാരൻ്റെ പശു കയറഴിഞ്ഞു വന്ന് അത് തിന്നാതിരിക്കാൻ ആ ചെടിയെ നമ്മൾ സംരക്ഷിക്കും. അത് കഴിഞ്ഞ് മെല്ലെ മരമാകും. മരമാകുമ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക്, അല്ലാതെ മരം എങ്ങും കൊണ്ട് കൊടുക്കാറില്ല, ആ മരത്തിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് ആ മരം പൂവ്, ഇല, കായ നൽകും. അപ്പോൾ ഇതിനെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരനല്ല, നമുക്കാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കുമ്പം ആ മരം വെയിൽ കൊണ്ടോണ്ട് തണൽ തരുന്നത് പോലെ, ഭഗവാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. എടാ, മരം വെയിൽ കൊണ്ടോണ്ട് തണൽ തരുന്നത് പോലെ ധനം, വാക്ക്, കർമ്മം ഇത് ഈശ്വരാർപ്പിതമായി ചെയ്യുന്നവർക്ക് മാത്രമേ ഞാനും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കൂ എന്ന് പറയുന്നത് ഭാഗവതത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് മള്ളിയൂർ പൊന്നു തിരുമേനിയുടെ 104-ാം ജയന്തിയോടനുബന്ധിച്ച് ഈ ഭാഗവത അമൃത സത്രം നടത്തുന്നത്. ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ അടുത്ത 7 തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു ദിവസം 1 രൂപ മാറ്റിവെക്കുക, അതിൻ്റെ നക്ഷത്രം വരുമ്പോൾ, തിഥി വരുമ്പോൾ, ദിവസം വരുമ്പോൾ മള്ളിയൂരിലെത്തുക. ഈ ആധ്യാത്മിക കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നത് 100 ഇരട്ടിയായി തിരിച്ചു കൊടുത്ത അനുഭവം ഓരോ ഭക്തജനങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും, കേരളത്തിന് പുറത്ത് ചെല്ലുമ്പോഴും, ഭാരതത്തിന് പുറത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഓ അവിടെ വന്ന് മള്ളിയൂർ ഗണപതിയുടെ മുന്നിൽ ഒരു നാളികേരം ഉടച്ചത് കൊണ്ടുണ്ടായ ഒരു ഗുണം, പ്രാർത്ഥിച്ച് 1000 കുടം വഴിപാട് നടത്തിയതിൻ്റെ ഒരു ഗുണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് എത്തി. ഞങ്ങൾക്കൊക്കെ അത് അനുഭവമാണ്. അതുകൊണ്ട് ചതുർത്ഥിയും ഫെബ്രുവരി 2 ഞങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവിടെ എത്താറുണ്ട്. നിങ്ങളും അങ്ങനെ എത്തിച്ചേരുന്നു. നിങ്ങളുടെ സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്മനസ്സിൻ്റെയും ഒക്കെ ഒരംശം അർപ്പിച്ച് ഫെബ്രുവരി 2 കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം ഒരു നല്ല ഗോൾഡൻ നാണയമുണ്ടിപ്പോൾ. ഒരു ദിവസം ഒരു 10 രൂപയുടെ നാണയം മള്ളിയൂർ ഗണപതിയെ സങ്കല്പിച്ച് മാറ്റിവെച്ച് 2026 ആകുമ്പോൾ അത് കൊണ്ടുവന്ന് നമ്മുടെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് എൻ്റെ കുലത്തിൻ്റെ, കുടുംബമല്ല, എൻ്റെ കുലത്തിൻ്റെ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളെല്ലാം വിഘ്നേശ്വരനായ മഹാഗണപതി, ആ മഹാഗണപതിയുടെ മടിയിലിരിക്കുന്ന മള്ളിയൂർ തിരുമേനിയുടെ വായന കേൾക്കാൻ ഗുരുവായൂരപ്പൻ ഇവിടേക്ക് എഴുന്നള്ളി എന്ന ആ സങ്കല്പത്തിൽ ഇവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ മഹാചൈതന്യവും ഞങ്ങൾക്ക് എല്ലാ നന്മകളും പകർന്നു തരണേ എന്ന് ഓരോ വർഷത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ശബരിമലയിലേക്ക് വർഷത്തിലൊരിക്കൽ പോകുന്നത് പോലെ കേരളത്തിന് പുറത്തു നിന്ന് ബാംഗ്ലൂർ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് നമ്പ്യാർ സാർ, അവർ ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അവിടെ യജ്ഞം നടത്തുന്നതാണ്. പരമേശ്വരൻ തിരുമേനിയാണ് ഇപ്പോൾ നടത്തുന്നത്.
അങ്ങനെ അയ്യപ്പക്ഷേത്രം ശബരിമലയിലെ പോലെ തന്നെ ഒരു മഹാക്ഷേത്രം ബാംഗ്ലൂർ ജാലഹള്ളി അയ്യപ്പക്ഷേത്രം എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഭാരവാഹികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ മുറ്റത്തേക്കൊന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ മഹാസങ്കേതത്തെ മറക്കാതെ ആധ്യാത്മിക കർമ്മങ്ങൾക്ക് ഒരു ലോപവും വരുത്താതെ പൂജാകാര്യങ്ങളിലായാലും നിവേദ്യ കാര്യങ്ങളിലായാലും അഭിഷേകത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയും വഹിക്കാതെ തിരുമേനിയുടെ ഇച്ഛയ്ക്കനുസരിച്ചത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് ക്ഷേത്ര ഭാരവാഹികളും നമ്മുടെ മള്ളിയൂരിലെ കുടുംബാംഗങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതും ഒരു ശ്രേഷ്ഠമായ കാര്യമാണ്. ദേവസ്വം ബോർഡ് അമ്പലമല്ല, ഒരു നിയന്ത്രണവുമില്ല. ഭക്തന്മാർക്ക് അവരുടെ ഇഷ്ടം പോലെ വന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അത് ഭൂമിദേവിയും മഹാലക്ഷ്മിയും പാദനമസ്കാരം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മസങ്കല്പത്തിലാകുമ്പോൾ, ശിവകുടുംബത്തിലെ വിഘ്നനിവാരകരായ മഹാഗണപതിയുടെ ധർമ്മസങ്കേതത്തിലാവുമ്പോൾ, ഒരു ഇടത്താവളം പോലെ ലോകം മുഴുവൻ ശബരിമലയിലേക്ക് പോകുമ്പോൾ മള്ളിയൂരിലെ അയ്യപ്പസ്വാമിയെയും ഗണപതിയെയും തൊഴുതു പോകുമ്പോൾ ഹരിഹരസുതനായതുകൊണ്ട് മഹാദേവനും മഹാദേവിയും ഒരു ശ്രീകോവിലിൽ വിരാജിക്കുന്നു. ഭദ്രകാളിയമ്മ ഒരു മഹാക്ഷേത്രത്തിൽ വിരാജിക്കുന്നു. മഹാവിഷ്ണു ഒരു മഹാക്ഷേത്രത്തിൽ വിരാജിക്കുന്നു. അങ്ങനെ ഒരു സങ്കേതത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഗ്രന്ഥമെന്ന നിലയിൽ ആ ഭാഗവതം അനുശാസിക്കുന്ന ചില തത്വങ്ങൾ ഒരുമിച്ച് പ്രായോഗികമാക്കാൻ ഒരു ജന്മം കൊണ്ടൊന്നും സാധിക്കില്ലെങ്കിലും വെള്ളത്തിലെ നീർക്കുമിള പോലെ വളർന്നു വരുന്ന നമുക്ക് ഈ സമൂഹത്തോടും നമ്മുടെ കുടുംബത്തോടും നമ്മൾ ഒത്തുചേരുന്നവരോടും ഒരു ബാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുവാൻ 12 മണിക്കൂർ നീണ്ടുനിന്ന ഇരുട്ട് മാറ്റാൻ രാവിലെ ആരും വിളിക്കാതെ ആരും തെളിക്കാതെ സൂര്യഭഗവാൻ വരുന്നത് പോലെ മള്ളിയൂരിലെ മഹാഗണപതിയുടെയും ഉണ്ണികണ്ണൻ്റെയും അനുഗ്രഹം നമ്മുടെയൊക്കെ കർമ്മമണ്ഡലത്തിൽ കെടാവിളക്കായി നമ്മുടെ അജ്ഞാനമാകുന്ന ഇരുട്ട് മാറ്റി വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു 12 ദിവസത്തെ ഒരു കോഴ്സായി ഈ ഭാഗവത അമൃത സത്രത്തെ നമ്മളെല്ലാവരും കാണണം. ഇനിയും ദിവസങ്ങളുണ്ട്. ഒരാളിനെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. ഈശ്വരീയ ധർമ്മത്തിന് അങ്ങനെ ഒരു വലിയ നന്മ കൂടിയുണ്ട്. നന്മയിലേക്ക് സഞ്ചരിപ്പിക്കുവാനും നന്മയുടെ വഴി കാട്ടിക്കൊടുക്കുവാനും കലിയുഗത്തിൽ പ്രായണ ആളുകൾ കുറയുന്ന ഒരു സാഹചര്യത്തിൽ പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചതുപോലെ തൻ്റെ ഭക്തന്മാരെ ഒക്കെ കഷ്ടപ്പെടുത്തിയിട്ടും ബുദ്ധിമുട്ടിട്ടും ഉണ്ടെങ്കിലും അവസാന വിജയവും ചൈതന്യവും ഐശ്വര്യവും അവർക്ക് കൊടുത്തിട്ട് സ്വർഗാരോഹണം നടത്തിയ ഭഗവാന്റെ ആ മഹാഗ്രന്ഥം കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളാരും വിചാരിച്ചാൽ കുറേ സമ്പത്ത് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അത്യുന്നതിയിലെത്തി എന്ന് ധരിക്കുന്ന മൂഢന്മാരാകാതെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം സംസ്കാരത്തിനുണ്ടെന്നും വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രാധാന്യം വിവേകത്തിനുണ്ടെന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നരേന്ദ്രൻ കൊച്ചുകുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണദേവനോട് എല്ലായിടത്തും വെള്ളം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ വെള്ളം എല്ലായിടത്തും ഉണ്ടെങ്കിലും കുടിക്കാൻ കുളമോ കിണറോ വേണം നരേന്ദ്ര. കാറ്റ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഫാനോ വിശറിയോ വേണം. ഈശ്വര ചൈതന്യം എല്ലായിടത്തും ഉണ്ട്, പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു ക്ഷേത്രം വേണോ എന്ന് ചോദിച്ച ആ ചെറുപ്പക്കാരനോട് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു കാളീക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്ന മഹാഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത് നമുക്കെപ്പോഴും ഓർക്കാം. ഈശ്വര ചൈതന്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ നമുക്കൊരു ക്ഷേത്രം വേണം. അത് വിശ്വാസയോഗ്യമായി നമുക്ക് അനുഭവവേദ്യമാകാൻ ഒരു വിഗ്രഹം വേണം. ഭാര്യയും മകളും അമ്മയും സഹോദരിയും എല്ലാം സ്ത്രീകളാണെങ്കിലും വൈവിധ്യ നാമങ്ങൾ നമ്മളെ ഉയർത്തുന്നത് സംസ്കാരത്തിലേക്കാണെന്ന് പഠിക്കാൻ മഹാഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും അയ്യപ്പസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രനുമൊക്കെ വിശേഷേണ ഗ്രഹിക്കുന്ന തത്വങ്ങളായി നമ്മുടെ മസ്തിഷ്കത്തിൽ മാറിയാലേ ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിനെ കേന്ദ്രീകരിച്ച് മനുഷ്യനാകാൻ നമുക്കും സാധിക്കൂ എന്ന് തിരിച്ചറിയാൻ മള്ളിയൂരിലെ ഭാഗവത അമൃത സത്രത്തിലൂടെ എത്രയോ നാളുകളായി വിനായക ചതുർത്ഥിയും വർഷങ്ങളായി ഫെബ്രുവരി 2 പൂർത്തീകരിക്കുന്ന നിലയിലും നടത്തുന്ന ഈ ഭാഗവത യജ്ഞത്തിലൂടെ നമുക്കൊക്കെ സാധിക്കുന്നതും നമ്മുടെയൊക്കെ പൂർവ്വ പുണ്യമാണ് എന്ന് ചിന്തിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിനയം കൊണ്ട് വിദ്യ തിളങ്ങുന്നത് പോലെ പ്രാർത്ഥന കൊണ്ട് ഐശ്വര്യം ഒരു ചെലവുമില്ലാതെ നമ്മുടെ വീടുകളിലെത്താൻ ഭാരം കൂടിയ ത്രാസിൻ്റെ തട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ നിറപറ
നെല്ല്, നെല്ലിൽ നിന്ന് അരി, അരിയിൽ നിന്ന് മലര്, മലരിൽ നിന്ന് അവല്, അവലിൽ നിന്ന് ധനം, ആ ധനം കഴിഞ്ഞ് ധാന്യം. കൈതപ്രം തിരുമേനി നമ്മുടെ യജ്ഞത്തിൽ പാടാറുള്ളത് പോലെ ഓം ഉത്തിഷ്ഠ പുരുഷ ഹരിപിങ്കല ലോഹിതാക്ഷ ധനധാന്യ യജ്ഞസമൃദ്ധിം മേ ദേഹി ദദാഭയ സ്വാഹ എന്ന് പ്രാർത്ഥിച്ച് ഒന്നുമില്ലാത്ത ഞങ്ങളുടെ വീട്, മനസ്സ് അത് ഈ നിറപറ നിറയ്ക്കുന്നത് പോലെ നിറച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് 100 രൂപ കിട്ടുമ്പോൾ 1 രൂപ ഈശ്വരകാര്യത്തിന് വിനിയോഗിച്ച് 50 രൂപ കിട്ടിയാൽ അങ്ങനെ കൈവച്ചുകൊണ്ടിരുന്ന എന്നും 50 രൂപയെ കാണും. ആ ചെറുവിരലൊന്ന് അയച്ച് 5 രൂപ ദേവൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ആ 1 രൂപയുടെ 5 നാണയങ്ങളിരുന്ന സ്ഥാനത്ത് 5 രൂപയുടെ 5 നാണയങ്ങൾ വെക്കാനാണ് കൊടിമരച്ചോട്ടിൽ അഷ്ടദിക്പാലകന്മാരൊക്കെ നിൽക്കുന്നതെന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് ഇടയാകട്ടെ. കിഴക്കോട്ട് ദേവേന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമധർമ്മൻ, തെക്ക് പടിഞ്ഞാറ് നിരുതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനനൊക്കെ മള്ളിയൂരിലെ സ്വർണ്ണ കൊടിമര ചുവട്ടിലിരുന്ന് നമ്മളെ അനുഗ്രഹിച്ച് മഹാഗണപതിയുടെ വലതുവശത്തും നമ്മൾ ചെല്ലുമ്പോൾ നേരെ ഇടതുവശത്തും സപ്തമാതാക്കൾ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, ചാമുണ്ഡി, വാരാഹി, ഇന്ദ്രാണി അവരെയൊക്കെ നമ്മളെ അനുഗ്രഹിച്ച് മള്ളിയൂർ പൊന്നുതിരുമേനി സൂര്യ നമസ്കാരം ചെയ്ത സ്ഥാനത്ത് സ്വർണം പൂശിയിട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സൂര്യനെ ഒന്ന് നോക്കി, രാത്രിയിൽ വരുന്ന ചന്ദ്രനെ ഒന്ന് നോക്കി, ഗ്രഹങ്ങളിൽ ഞാൻ സൂര്യനാണ്, നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാണ് എന്ന് ഭഗവാൻ ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞത് ഒന്ന് സ്മരിക്കാനും, ദേവി ഭാഗവതത്തിലെ ദേവി സൂര്യനും ചന്ദ്രനും അഗ്നിയുമൊക്കെ എൻ്റെ 3 കണ്ണുകളാണ് എന്ന് പറഞ്ഞത് പ്രായോഗികമാക്കുവാനും ഒക്കെ നമുക്ക് ഈ ഭാഗവത അമൃത സത്രത്തിലൂടെ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നന്മയുടെ നല്ല നാളെകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ശ്രേഷ്ഠമായി നമ്മളെ കൂടുതൽ അനുഗ്രഹിച്ച് ഈ മഹാസങ്കേതത്തിൻ്റെ തേജസ്സും കാന്തിയും ഈശ്വര സങ്കല്പം പോലെ അനുഭവവേദ്യമാക്കാൻ നമുക്കെല്ലാം ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരൻ തിരുമേനി വരുന്നതിൻ്റെ അർത്ഥം സമയമായി എന്നാണ്. അതുകൊണ്ട് 5:10 ഇനി വെൺമണി തിരുമേനിയുടെയും രാധാന്തർജനത്തിൻ്റെയും ഒക്കെ പ്രഭാഷണമാണ് ദീപാരാധന വരെ ഉള്ളത്. മലങ്ങാട് മുരളീകൃഷ്ണൻ പറഞ്ഞതുപോലെ എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ മുതൽ 1 മണിക്കൂർ എന്നുള്ളതാണ് പ്രകാശം ഞങ്ങളുമൊക്കെ അനുവർത്തിച്ചു വരുന്ന നയം. ഓരോ വിഷയങ്ങൾ കേട്ട് ഭാഗവതം കേൾക്കുന്നതിന് തുല്യമായി ഓരോ പ്രഭാഷണവും കേൾക്കുവാനും, നേരെ പറഞ്ഞതുപോലെ കഴകത്തിൻ്റെ ജോലി ചെയ്യാൻ വന്നയാൾ പൂജ ചെയ്തതുപോലെ പ്രസംഗിക്കാൻ വന്ന എന്നെ ഭാഗവത സപ്താഹത്തിലേക്ക് നയിച്ച, എത്ര വാക്കുകൾ കൊണ്ട് വാഴ്ത്തിയാലും അധികമല്ലാത്ത മള്ളിയൂർ പൊന്നുതിരുമേനിയുടെ 104ാമത്തെ ജയന്തിക്ക് വന്ന നമുക്ക് 105ാമത്തെ ജയന്തിക്കും വരാനുള്ള ആയുസ്സും ആരോഗ്യവും സമ്പന്നതയും നമുക്ക് ഈ മഹാസങ്കേതത്തിൽ നിന്ന് ചൊരിഞ്ഞു തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വലിയ വിഷയം. കടൽ കാണാൻ നമ്മൾ പോകുന്നു, തീരത്ത് നിന്ന് തിരമാല കണ്ടിട്ട് കടൽ കണ്ടു എന്ന് പറയുന്ന പോലെയുള്ളൂ. അതിലേറ്റവും എളിയവനാണ് ഞാൻ. ഇവിടെ പ്രഭാഷണം നടത്തുന്നതിൽ ഏറ്റവും താഴെയാണ് ഞാൻ. നമ്മളെക്കാൾ മുകളിലുള്ളവരുടെ വാക്കുകൾ കേട്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് ഭാഗവതം വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വിളമ്പുവാൻ ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ അനുഗ്രഹം ഒരു കാലത്തും ഞാനും എൻ്റെ കുടുംബവും കുലവും മറക്കില്ല. അതിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സുകളിൽ വിനയപുരസരം നമ്രശിരസ്കരായി സമർപ്പിക്കുന്നു. നമസ്കാരം. മള്ളിയൂർ തിരുമേനിയുടെ